ബൈ ധ്യാൻ ശ്രീനിവാസനിലേക്ക് എത്താൻ പോണു. ഒരു ദുഷ്യന്തനും ഒരേ ഒരു ശകുന്തളയും. പ്രിയതമേ ശകുന്തളേ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പ്രിയതമേ ശകുന്തളേ ദുഷ്യന്ത, എന്താ ശകുന്തളേ? നമ്മുടെ ഉദ്യാനത്തിൽ ഉലത്തിക്കൊണ്ടിരുന്ന ആ മാൻപേടകളൊക്കെ എവിടെ പോയി ദുഷ്യന്ത? ഉലത്തിക്കൊണ്ടിരുന്നു? ശകുന്തളേ, എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറയൂ. നമ്മുടെ കൊട്ടാരം കുളക്കടവിന്റെ കിഴക്കേ കടവിൽ നിന്ന് നമ്മുടെ തോഴിമാർ ഇനി മുതൽ കുളിക്കണ്ട എന്നൊന്ന് പറഞ്ഞേക്കണം. കുളിക്കണമെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറേ കടവിൽ പോയി കുളിച്ചോളാം പറഞ്ഞോളൂ. ആ കിഴക്കേ കടവിന് എന്തെങ്കിലും അപകടം? അപകടമൊന്നും ഉണ്ടായിട്ടല്ല. ആ കുളക്കടവിന്റെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ കണ്ടമാനം ചൊറിയണം വളരുന്നു. എനിക്കവിടെ ഒളിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. ദുഷ്യന്ത. എന്താ? ആ ദുഷ്യന്ത, പറയൂ ശകുന്തളേ, എന്താണ് മറന്നത്? ദുഷ്യന്തന് എന്തോ പറയാനുണ്ടല്ലോ. എനിക്കൊന്നും പറയാം. ദുഷ്യന്തന് എന്തോ പറയാനുണ്ട്. ഇല്ല, ശകുന്തളയ്ക്കാണത് പറയാനുള്ളത്. ബാക്കി പറ. എന്തിനാണ്? അതല്ല, മറ്റേ താടിയുടെ കേസാണ് പറയേണ്ടത്. അപ്പൂപ്പൻ താടി. ഹായ് അപ്പൂപ്പൻ താടി. ഹായ്, ദേ ദൂരം അപ്പൂപ്പൻ താടികളാ. അയ്യോ അപ്പൂപ്പൻ താടി. ഇത് അപ്പൂപ്പൻ താടിയല്ല ശകുന്തളേ, നിന്റെ അപ്പന്റെ താടിയാണിത്. ദുഷ്യന്ത, നിന്റെ അപ്പൻ ഇന്നലെ തപസ് ചെയ്തോണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന്റെ താടിയുടെ അറ്റത്തുനിന്ന് സ്വല്പം കട്ട് ചെയ്ത് പറത്തി വിട്ടതാണ്. കാറ്റത്തിങ്ങനെ കറങ്ങുന്നതാണ്. അത് അപ്പൂപ്പൻ താടിയല്ല. ദുഷ്യന്ത, എന്തോ കോമഡിയെ പറഞ്ഞോളൂ. അതെ, ഇത് ബുക്ക് ചെയ്തിട്ട് തന്നെയാണോ ഈ നാടകം കൂടെ കളിക്കണത്? അതെ, അഡ്വാൻസും മേടിച്ചതാണ്. അല്ല, എന്റെ പരമായ സംശയം ഫൈനൽ റിഹേഴ്സൽ ആണെന്ന് തോന്നുന്നു. അതാണ് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നത്. പ്രൊമിറ്റ് ചെയ്യണം. ദുഷ്യന്ത. ശകുന്തളേ, ദുഷ് സഖ് ദു സഖു ദു സഖു നം. ദുശകുനം. നല്ല ദിവസമായിട്ട് കണ്ടിന്യൂ. പോരട്ടെ. ദുഷ്യന്ത, എന്തോ? നമ്മുടെ ഒരാളില്ലേ,
ഏതാള്? വീണ്ടും ആളോ? മറ്റേ കമ്മ്യൂണിറ്റി ഹാളാണോ? അല്ല, മറ്റേ ദുർവാസാവില്ലേ, ദുർവാസവൻ എന്ത് പറ്റി? അയാൾ അയച്ച മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ കണ്ട അപ്പ ശപിക്കും. അതിനാണ് ശപിച്ചത്. ആ. ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. എന്ത് പറ്റി? എന്നെ കണ്ടാലും ശപിക്കുമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ശ്ശോ, എന്ത് പറഞ്ഞാ ശപിച്ചത്? എന്ത് പറഞ്ഞാ ശപിച്ചത്? ശാപം ഞാൻ മറന്നുപോയല്ലോ. നമുക്ക് എല്ലാവർക്കും നിന്ന് എഴുന്നേറ്റ് വെള്ളം കൊടുത്താണോ ശപിച്ചത്? എന്തിനാ ശപിച്ചത്? ശപിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് വായിക്കണം. എന്തിനാ ശപിച്ചത്? എന്തിനാ ശപിച്ചെന്നു? ആ, ഈ വരുന്ന ഓണത്തിന് നിന്റെ ഓണം ആഘോഷിക്കാൻ 5 പൈസ ഇല്ലാതെ പോട്ടേന്ന്. ഓയ്. 2 അടിക്കാൻ പോലും 10 പൈസ ഇല്ല കറങ്ങി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ശാപം. ഈ ഓണത്തിന് നമ്മൾ ശപിച്ച വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഒരു സാമൂഹ്യ ബോധവൽക്കരണ നാടകത്തിനിടയിൽ സംസാരിക്കരുത്. മെസ്സേജ് ഉണ്ട്. എടി, ഈ സ്കിറ്റ് നിന്റെ കെട്ടിയോ കണ്ടാ ഗൾഫിൽ കാല് കുത്തിക്കൂലട്ടോ. അപ്പൊ ഇത് ക്ലൈമാക്സോടെ പറഞ്ഞ അതെയാ, സാമൂഹിക ബോധവൽക്കരണം എന്ന നാടകത്തിന്റെ 2ാം ഭാഗം തുടരുന്നു. അളയാ, നാടകം ഇനി പൊളിയും, കരിമ്പൂച്ച കുറുക്കുകയാണ്. ആ സോക്സിനാണ് എന്റെ കാലെ കിടന്ന സോക്സാണ് അങ്ങനെ എടുത്തിട്ടേക്ക്. ആ സോക്സ് വന്നിട്ട് പോണേ. ഇന്നലെ ഇത് റിഹേഴ്സൽ ചെയ്തിരുന്നോ? ആ, ചെയ്തായിരുന്നു. ചെയ്തു. ശരിക്കും? ആ, ചെയ്തു. മറന്നു. രാവിലെ ഡാൻസ് കളിച്ചപ്പോ മറന്നു. രാവിലെ തൊട്ട് നിൽക്കല്ലേ, അപ്പം മറന്നു. അതെയോ? എന്തായാലും ഈ ഓണം ദുഷ്യന്തനൊപ്പം. ഈ ഓണം ദുഷ്യന്തനൊപ്പം അടിച്ചു പൊളിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കൈയടിച്ച് വരണോ? ബാക്കി നിങ്ങൾ പഠിച്ച് ചെയ്യോ? അയ്യോ, പഠിച്ചോ, ചെയ്തിട്ട് ഒന്നുകൂടെ കാണാൻ വയ്യ. ടെൻഷനായിട്ടേ ഇന്നിയറാന്നും പറഞ്ഞ് ഇതെടുത്ത് വെക്കാൻ നോക്കുക. ചേട്ടാ, ഞാൻ ഈ ഓണം ദുഷ്യന്തനോടൊപ്പം ആഘോഷിക്കാൻ പറ്റിയാൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നില്ലേ? തീർച്ചയായിട്ടും. ആണ്ട സ്റ്റാർ മാജിക് പ്രൊവൈഡ് ബൈ ധ്യാൻ ശ്രീനിവാസൻ മാറ്റി സ്റ്റാർ മാജിക് പ്രൊവൈഡ് ബൈ ദുഷ്യന്തൻ. ടെലിവിഷൻ സ്ക്രീനില് ഇതാദ്യമായിട്ട് ഈ ഓണക്കാലത്ത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നമ്മുടെ വല്യേട്ടൻ, ആദ്യമായിട്ടാണ് വല്യേട്ടൻ പറഞ്ഞത്, വല്യേട്ടനും ടീമും അങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. കാണാത്തവരെന്തായാലും കാണണേ. ഫസ്റ്റ് എവർ ടെലികാസ്റ്റ്. അതിത് കഴിഞ്ഞിട്ട് നിറനാഴി പൊന്നി മണലാരെന്നേ മണ്ണ് തെളിയുന്നേ. നിറനാഴി പൊന്നി മണലാരെന്നേ മണ്ണ് തെളിയുന്നേ. ഓ തെളിമിന്നൽ തേടി മറുകണ്ഠം പൂട്ടി മനസ്സും കുളിരുന്നേ. പച്ചപ്പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിന്റെ കുടത്തണലി. പച്ചപ്പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിന്റെ കുടത്തണലി. കതിരെല്ലാം കൊയ്തും വെയിലറ്റും വേട്ടും കളമെല്ലാം നിറയ്ക്കാലും. ഓ നിറനാഴി പൊന്നി
പ്രിയമുള്ളവരെ, ആരും ഉപദ്രവിക്കരുത്. ഇപ്പം തന്നെ തമിഴ്നാട്ടിലെ ശവമായിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടാ അത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു കുറവുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയേട്ടൻ എന്ന് പറഞ്ഞാൽ പോരാ, പ്രായം കൊണ്ട് ഒരു വല്യപ്പച്ചൻ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഒരു ലുക്ക്. ഇവിടെ ഇട്ടിക്കണ്ടപ്പാ. എന്താ, ഞാൻ അറക്കൽ മാധവനുണ്ണി, ഇതൊക്കെ എന്റെ അനിയന്മാരാ. അനിയന്മാരാണത്? അനിയന്മാർ. ഇതോ അടിപൊളി. അല്ല ഞാൻ വിചാരിച്ചോട്ടെ വലിയേട്ടാ, ഇവരൊക്കെ ദത്തെടുത്താണോ? എന്ത് പറ്റി അങ്ങനെ? ഒന്നിനും അങ്ങ് ഒരു കണക്ഷൻ ഇല്ല പോലെ. അത് ഒരു ചേർച്ച ഇങ്ങനെ. ഇവൻ എന്റെ അമ്മയെ പോലെ. അതിന്റെ അമ്മയ്ക്ക് താടി ഉണ്ടായിരുന്നോ? അതല്ല, ഞാൻ എന്റെ അച്ഛനെ പോലെ, ഇത് വല്യച്ഛനെ പോലെ, ഇത് അമ്മാവനെ പോലെ. പിന്നെ ഇവന്റെ കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ശരി, ഞാനും അത് ആലോചിച്ചു. അവന്റെ എല്ലാവരും ഒരു കണക്ഷൻ ഇല്ലായ്മ. കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു കാക്ക ഒത്തിക്കൊണ്ടിട്ടാണ്. ഇനി അങ്ങനെ ഒരു ചെറിയ ഡൗട്ടും ഞങ്ങൾക്കുണ്ട്. ആണാ ഞാൻ പറയുന്നത്, നീ ഏത് കഥാപാത്രമാണ് ഈ വലിയേട്ടനകത്ത് ഉദ്ദേശിക്കണേ? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ കഥാപാത്രം പറയില്ല. പറയില്ലേ? ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. തങ്കത്തൻ പരിപാടി പൊളിഞ്ഞിട്ട് വീട്ടിൽ പോണു. അല്ലത്, ഈ വലിയേട്ടല്ലേ ഇളയ അനിയനില്ലേ? ആരത്? സുധീഷാണ് ചെയ്തേക്കുന്നത്. സുധീഷിനെ കണ്ടിട്ടില്ലേ? കണ്ടോ സുധീഷ്? മമ്മൂട്ടി ഒക്കെ ആണല്ലോ. സർ, ഇവരൊക്കെ അറക്കൽ മാധവനുണ്ട് അനിയന്മാരാ. എടാ, നിങ്ങൾക്കൊക്കെ വേണ്ട ഈ വലിയേട്ട കല്യാണം പോലും കഴിക്കാത്ത അറിയോ? ഞങ്ങളോടുള്ള സ്നേഹം കുറയുന്നു വിചാരിച്ചിട്ടാണ് വല്യേട്ടാ. അല്ലടാ, ഞാൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ നീ 4 എണ്ണമുള്ള വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തണം. എന്നിട്ട് ഞാൻ ജോലിക്ക് വേണം. ഇവിടെ നിന്റെ മുഖത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 4 കള്ളന്മാരാണെന്ന്. അവരെ മുമ്പേ ഞാൻ ഒരു ചേട്ടത്തി തരണം. അല്ലേടാ നിനക്കൊക്കെ? ഞങ്ങളെ 24 വർഷമായിട്ട് ഈ വലിയേട്ടൻ ഞങ്ങള് ചാനലിലൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ വലിഞ്ഞു പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ വലിയേട്ടനല്ല, നിങ്ങൾ വലിഞ്ഞേട്ടനാണ്. ആണല്ലേ? അപ്പം പറയാൻ പറട്ടെ, ഇന്ന് 2:30 ഞങ്ങൾക്ക് വേറൊരു ചാനലിൽ ഒരു പരിപാടിയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകണം. എല്ലാ ഓണത്തിനും ഞങ്ങൾക്ക് പോയാലേ പറ്റും. ഞങ്ങൾ പോയെന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട. അടുത്ത ഓണത്തിനും തിരുവോണത്തിനും ഉച്ചയ്ക്ക് 2:30 ഇതേ ചാനലിൽ ഞങ്ങൾ വരും. ഓക്കെ? എന്ത് ചെയ്യണം? ആരുടെയോ ശാപമാണെന്ന് തോന്നുന്നു. ദുഷ്യത്തിന് ശേഷം അങ്ങോട്ട് സ്കിറ്റായിരുന്നോ? അല്ല എന്തായാലും അല്ലല്ലോ. ഇത് ഏകാംഗ നാടകം. സാറേ എന്തായാലും ഒന്ന് പറയണം സാറേ. സാറേ എന്ത് പറയാൻ, കുറെ കേട്ടില്ലേ? ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്? തൊടുത്തുവിക്കും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി. ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്? തൊടുത്തു വിങ്ങും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ.
പൃഥ്വിരാജ്, ഒറ്റയ്ക്കാക്കല്ലേ? പച്ചമാങ്ങ എന്നുള്ള പാട്ടും ഡാൻസും ഒക്കെ നന്നായിരുന്നു. ഇനി സ്കിറ്റ് കഴിയുമ്പോൾ ആ മാങ്ങ ചീഞ്ഞ മാങ്ങയാകരുത്. ചെയ്യുന്ന ഒരു സാധനം കുറിയ മറക്കാതിരിക്കാൻ സ്കിറ്റ് പേപ്പറിൽ എഴുതി കൊണ്ടുവന്നേക്ക്. മലയാളം. പ്രിയ സുഹൃത്തെ, എനിക്ക് ലോണുണ്ട്, കൊച്ചിന് ഫീസ് കൊടുക്കണം, ഓണത്തിന് ഭാര്യയ്ക്കും പിള്ളേർക്കും ഡ്രസ് എടുക്കണം. അതിനുള്ള കാശൊക്കെ ഈ പ്രോഗ്രാമിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്കിറ്റ് പൊളിച്ച് എന്നെ നാണം കെടുത്തരുതേ, എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് സുഹൃത്ത് സുമേഷ്, നിങ്ങളുടെ വാവ. ഞാൻ സ്റ്റൈൽ രാജ്. അല്ല, അത്രയ്ക്കും ബിൽഡപ്പ് വേണ്ട. യഥാർത്ഥ പേര് രഘുരാമൻ എന്നാണ്. പിന്നെ രജനീകാന്തിന്റെ സ്റ്റൈൽ അനുകരിക്കുന്നതുകൊണ്ട് സ്റ്റൈൽ രാജ് എന്ന് തനിയെ വിളിക്കും. അത്രേ ഉള്ളൂ. രാജാ സ്റ്റൈല് കാണിക്കാതെ സ്കിറ്റ് കളിയടാ. സ്കിറ്റ് വരട്ടാ. സാധനം ചെയ്ത് കാണിക്കണം. ചെയ് ചേട്ടാ, ചെയ്. ചെയ്യോ? ഒരു ഷിറ്റ് കൂടെ കാണില്ലേ? എടാ, നിനക്ക് ഏത് ബാങ്കിലാണ് ലോണ്? ആ ലോൺ എഴുതി തള്ളും. ആ ലോണ് ഞങ്ങൾ അടയ്ക്കാറാ. കാണിച്ചാൽ മതി. പക്ഷേ മോഹൻലാല് അത് ചേട്ടന്റെയാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കാണണ്ടേ? വേണം, കാണിക്ക് ചേട്ടാ. നിങ്ങൾക്കത് മനസ്സിലാവാകും, ഇവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ആർട്ടിസ്റ്റാണ്. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. സങ്കേതം നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയാർ सबराम की जिंदगी जो कभी नहीं खत्म हो जाती है. शंभू महादेव. ഈ സമയം കൊണ്ട് ആ സ്കിറ്റ് പഠിച്ചായിരുന്നല്ലോ, ഇങ്ങനെ കിടന്ന് മെഴുകേണ്ടി വരും. ചുമ്മാ ദുഷ്യന്തനെ കൂടെ പറയിപ്പിക്കാൻ. അല്ലെങ്കിൽ ഞാൻ വേറൊരു സംഭവം ചെയ്യാം. നിങ്ങൾ മോഹൻലാലിന്റെ വോയിസ് അല്ലേ ഇപ്പൊ കേട്ടോളൂ. ഫിഗർ ചെയ്യാൻ ആരും കേട്ടോ? ഫിഗർ ഇവിടെ ഇഷ്ടംപോലെ മോഹൻലാലിന്റെ ഫിഗർ ചെയ്തിട്ട് പോയണം. ഇതല്ല, ആരും ഇതുവരെ ചെയ്യാത്തൊരു ഫിഗർ. നരസിംഹത്തിലെ മോഹൻലാല് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ആരും ചെയ്തിട്ടുണ്ടോ? ഒരു വേദി ചെയ്തിട്ടുണ്ടോ? അളിയാ, അവൻ ചെയ്യട്ടെ. മോശമാണെങ്കിൽ അതേ വെള്ളത്തിൽ തന്നെ ഇവനെ ഒരു കല്ല് കെട്ടിയെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഞാനവിടെ ഇരുന്ന് നീ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട് ദാ നോക്കെന്ന് പറയുമ്പോ ഞാൻ എൻട്രി. ദാ നോക്ക് ഞാൻ പറയണം. നീ പറയണം. ഇത് മുങ്ങാനുള്ള പരിപാടിയാണ്. സ്കിറ്റ് ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാ മതി. സ്കിറ്റിന്റെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാ പറയാം. മാറി നിൽക്കണം ദുഷ്യന്താ. പോരാ പോരാ, വെള്ളം എടുക്ക്, വെള്ളം എടുക്ക്, വെള്ളം എടുക്ക്. വെള്ളം എടുക്കാൻ പറയുമ്പോൾ ചേട്ടൻ ഒരു കോട്ട എടുത്ത് കൊടുത്തവിടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും ഞെട്ടാൻ പോവുകയാണ്. ശരിക്കും ശരിക്കും ഞെട്ടും. അതായത് ആ വിശ്വരൂപം കണ്ടാൽ നിങ്ങൾ ഞെട്ടിയിരിക്കും. ദാ നോക്ക്. ഹലോ തത്തേ. തത്തേ ചേട്ടാ, ഞാനേ നോക്കുന്ന പറയുമ്പോ വരാന്നല്ലേ പറഞ്ഞേ. ഇനി എന്നെ നോക്കണ്ട, ഞാൻ അവിടുന്ന് തടി തപ്പിയതാണ്. നീ എങ്ങനെയെങ്കിലും നിന്റെ കഴിവ് വെച്ച് ഊരിക്കോ. ഓ അങ്ങനെ പറയണ്ടേ, ആദ്യമേ പറയണ്ടേ. ഇനി നമ്മള് ധ്യാനുള്ള ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ വേറെ വല്ല സ്കിറ്റ് ഉണ്ടോ? ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ പറയില്ലേ ലാസ്റ്റത്തേക്ക് ഇങ്ങനെ അമിട്ട് പൊട്ടിക്കാൻ വെക്കുന്നത്. നേരത്തെ നമ്മളൊരു ക്ലാരിറ്റി ഒന്നില്ലേ? പൊട്ടും, ഉറപ്പാ. അത് പൊട്ടും. പക്ഷെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വീട്ടിൽ കൊണ്ടോണം. അത് വേണോ? അത് വാച്ച്മാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബിനു അടിമാലി. ധ്യാനിന്റെ അച്ഛന്റെ, അതായത് ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. എടുത്താ പൊന്താത്തൊരു കല്ലുമായിട്ടാണ് ബിനോട് മാലി വരാൻ പോണത്. ഈ ട്രിബ്യൂട്ട് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരുമിച്ച് വന്ന് തല്ലിക്കും. സ്കിറ്റ് കഴിയുമ്പോൾ എയറിൽ പോകാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി ഓൾ ദി ബെസ്റ്റ്. ചിയർ അപ്പ് മാൻ. ഇതെന്തത്, ഒരു തരി ചോരയില്ലല്ലോ? ഇല്ല നീ ചോര എവിടെ ചെന്നാലും ഇത് തന്നെയുള്ള അവസ്ഥ.
വിളമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ അമ്മാമേ 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 അമ്മാമ്മേന്നോ? എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? അമ്മാമേന്ന് ഞാൻ എന്താ വിളിച്ചതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാനങ്ങ് വരണ സമയത്ത് കുട്ടി അവിടെ മേക്കപ്പ് ഇല്ലാതെ നിൽക്കണ കണ്ടായിരുന്നു. അതെന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തേട്ട് കയറി വന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മാമേ എന്ന് വിളിച്ചത്. അല്ല, ഇപ്പൊ മേക്കപ്പ് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? കറക്റ്റ് ലക്ഷ്മി നക്ഷത്ര. ഒരമ്മായി പോലെ. അതൊക്കെ പോട്ടെ, സരോജ് ചേട്ടന്റെ അടുത്ത സിനിമയുടെ പേരെന്താ? എന്റെ സിനിമയുടെ പേര് പറയുകയാണെങ്കിൽ ഞാനൊരു കാമുകനാണല്ലോ. എന്റെ കാമുകയെ ഞാൻ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേര് പൊട്ടി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പൊട്ടി. അപ്പൊ പ്രൊഡ്യൂസറോ? ചട്ടി. ഇതും പോട്ടെ, യൂട്യൂബിലോ? പട്ടിയോട് പട്ടി, കൊരകൊരോര് കൊര 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 കൊര. പിന്നെ ലക്ഷ്മി, എന്റെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണ് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് ഒരു ശ്രുതി ഞാൻ കേട്ടു. ബന്ധത്തിൽപ്പെട്ട ഒരാള് ആണെന്ന് ഞാനൊരു ശ്രുതി കേട്ടു. കുട്ടാ, ആ ആലുവ മൂന്നാർ റോഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ. പിന്നെ നമ്മളെയൊക്കെ മറന്നു അല്ലേ കൂട്ടാ? പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ, സിനിമയിലാണോ? അല്ല, യൂട്യൂബില്. ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ? എന്നെ ഈ നാട്ടില് പട്ടിക്കും പൂച്ചക്കും വരെ അറിയാം. പട്ടിയും പൂച്ച തർക്കുത്തരം. സിനിമയിലൊക്കെ കയറി വരുന്നതിന് മുമ്പേ തർക്കുത്തരം. ഇയാളെ കണ്ടിട്ട് ഈ നാടിനെ പറ്റിയ ആളാന്നേ തോന്നുന്നില്ല. നിങ്ങളെ കണ്ടിട്ട് ഈ ഫ്ലോറിനെ പറ്റിയ ആളാന്ന് എനിക്ക്. 10ാം ഭാസി എന്നെ അഭിനയത്തിൻ്റെ നവരസങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വളർന്നു വരുന്ന കലാകാരനായതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് പകർന്നു തരാം.
അതെ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ അങ്ങോട്ട് വരില്ല, അതുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ ദയവ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് വരണം. നിന്റെ അച്ഛനാടാ പറയണ, കേറി വാടാ. എന്റെ അച്ഛൻ ഇങ്ങനെയല്ല. എൻ്റെ അമ്മയെ മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഒരു ഭാവി നായകൻ വന്ന വരവ് കണ്ടോ? ഇങ്ങനെ അല്ലാഹേ നടക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം, താളം വേണം. ഒരു നായകൻ ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെ നടക്കേണ്ടതെന്ന്. അതൊന്ന് കാണിച്ച്. ഇപ്പൊ ഞാൻ നടന്ന് നിങ്ങൾ ഭാവിയിലേക്ക് വലിയ ഗസ്റ്റ് ആണിത്. അല്ല, അദ്ദേഹത്തിന് നാളെ ഭാവിയിലേക്ക് ഒരു വലിയ നടനാവുണ്ട്. ഇത് നമ്മള് ക്രിസ്മസിന് വന്നപ്പോൾ ഇത് ചെയ്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ആ മറന്നു പോയല്ലേ? അതിനെങ്ങനെ പ്രായമായില്ലേ, അതൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛന്റെ വില മനസ്സിലാവും. ഞാൻ വേണ്ടി വന്നു സ്വന്തം അച്ഛന്റെ വില മനസ്സിലാക്കാൻ. അതാണ് അതാണ്. എങ്ങനെയായിരുന്നു ഒന്ന് കാണിക്കൂ. എങ്ങനെയാ? അല്ലല്ല, ചെയ്ത് കാണിക്കൂ. ഒരു നായകൻ എങ്ങനെ നടക്കണം? ഇനി നിങ്ങൾ വെച്ചടി കയറ്റമായിരിക്കും. മലയാള സിനിമയിൽ പൂണ്ടു വിളയാടും. ഇനി നവരസങ്ങൾ. മോളെ, നവരസത്തിന്റെ ഓരോ പേര് പറഞ്ഞു കൊടുത്തേ. നമ്മളെ ധ്യാന നവരസം പഠിപ്പിക്കാം. കിറ്റിലെ രസം കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ആദ്യം ശാന്തം. ശാന്തം കാണിക്ക്. ഞാൻ കാണിക്കാം. ശാന്തം നിങ്ങൾ കാണിച്ചെന്നല്ലേ ഞാൻ കാണിക്കാൻ പറ്റൂ. ഇത് ശാന്തമായിരിക്കില്ല ചെയ്ത്. ഇതാണ് ശാന്തം അല്ലേ? കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഓരോ മുട്ടായുക്തികൾ പറയുക. ശാന്തം കാണിക്കാൻ തകർന്നല്ലോ. ഇപ്പൊ കാണിച്ചതാണ്. ഇത് വികാരമാണ്, ശാന്തമാണ്. അതാണ് മുഖത്ത് വന്നത്. ഇപ്പൊ ആണോ? ഒന്നും കൂടെ. ശാന്തം ശരിയായില്ല എന്ന് പറഞ്ഞു. ശാന്തല്ല, ശാന്തം. അയ്യോ, അത് നേരിട്ട് കാണുമ്പോൾ മഹാ ബോറാണ് കേട്ടോ. ഇയാളുടെ ഉള്ളിലുള്ള ഈ ശാന്തം ഇതാണെങ്കിൽ മറ്റത് എന്തായിരിക്കും? ഇനി ശൃംഗാരം. ശൃംഗാരം ഇത് ശരിയാവും. അതല്ല, ശാന്തവും ശൃംഗാരൊക്കെ ഒരുപോലെ ഇരിക്കുന്നു. എല്ലാം നിങ്ങളുടെ മനസ്സിലല്ല, അതുകൊണ്ട് വികാരം മാത്രം ഉള്ളതുകൊണ്ടാണ് എല്ലാം നന്നായിട്ട് തോന്നുന്നത്. ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് പോകണം. ഓ, റൈറ്റ് സൈഡിൽ നിന്ന് കടിച്ച് ലെഫ്റ്റിലേക്ക് എത്തണം. ശരിയോ? ഒന്നൂടെ. ഇനി വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ മതി. ബീവത്സം. അത് ഞങ്ങൾ കളിച്ചപ്പോഴേ കാണിച്ചു. എന്താ? അല്ല, ആ ബീഫ് വത്സം ഒന്ന് ശരിയാക്കിട്ട്. കാണിച്ചത് ബീഫ് വത്സമാണ്. ശരി. ഈ ബീഫ് വത്സം കൊണ്ട് ഇദ്ദേഹം ഒരു ഫുൾ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ജയിലർ. ആ പടത്തിൽ ആ ഒറ്റ ഭാവേ ഉള്ളൂ. ഡയറക്ടറിനും എല്ലാവർക്കും ആ ഭാവം. ഇവിടം വരെ ഒക്കെ ഓക്കെയാണ്. ഇനി ഞാൻ പാടി അഭിനയിച്ച പാട്ട് എന്റെ ആങ്കറുടെ കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല താളബോധം ഒന്നും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കൂടെ ചെയ്താൽ മതി. നല്ല രസമായി. ആ കാറിലിരുന്ന് ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് ആ സംഭവം ഒക്കെ രണ്ടുപേരും കൂടെ ചെയ്ത നല്ല രസമായി. ലക്ഷ്മി ചെയ്യും. അതെ.
കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. ഇതോടെ ഞങ്ങളുടെ ഈ സ്കിറ്റ് അവസാനിച്ചു. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. 2005 താരം. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇതിനകത്ത്. രൂപം, ശബ്ദം ഒന്നുമല്ല. നമുക്ക് വിഷയമല്ല. 2005 അച്ഛനിപ്പോ 73 വയസ്സായി. 2005 അച്ഛന് 55 വയസ്സ്. അതേ 55 വയസ്സുള്ള ഒരാള് 55 വയസ്സിലും ഇത് ചെയ്തല്ലോ. മോനെ ഈ ദുഷ്യന്തന് സമാധാനമായി. എന്നാലും മോനെ എന്ത് ധൈര്യം ഉണ്ടായി മോനെ. അതായത് അച്ഛനെ വിളിക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. മോനെ ഇരുത്തിട്ട് അച്ഛന്റെ രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ്. എന്താ അതിന്റെ കാരണം എന്താ പറയാ? ദേവൻ ഒരു കാർഡ് കൊണ്ടേ കൊടുത്തില്ലായിരുന്നു ഇവിടെ. അത് തന്നെ ലോൺ. അത് തന്നെ കാരണം. ലോണ് എന്ത് തോന്നി അവിടെ ഇരുന്നൊരു മകനായിട്ടത് കണ്ടപ്പോ? സത്യം കയ്യിന് വയ്യാന്ന് എനിക്കറിയാം. വേണമെങ്കിൽ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞ ലുക്മാന് 2000 കൊടുത്താൽ ഇതും കൂടെ ഒരു ചെറിയ ചില്ലറ കൊടുത്താൽ എന്റെ ഈ കൈ തല്ലി ഒടിച്ച് അവനെ തന്നെ ഞാൻ വിടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കളർഫുൾ സെഗ്മെന്റ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ കൈഡ് തരാം. ഓഡിയൻസ് കുറച്ചും കൂടെ നിങ്ങൾ ക്ഷമ കാണിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ അക്ഷമരാണെന്നുള്ളത് നമുക്കറിയാം, കുറച്ചും കൂടെ ക്ഷമ കാണിക്കുകയാണെങ്കിൽ ധ്യാനിന് വീണ്ടും അടുത്ത സർപ്രൈസ്. അമ്മ സത്യം സ്കിറ്റില്ല. ഓ സമാധാനം. ഒറ്റൊരു ഡാൻസ് മാത്രം. ഏത് സിനിമയിലെ പാട്ടാന്നറിയോ? അടികപ്പ്യാരെ. അടികപ്പ്യാരെ കൊട്ടമണി. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ പന്നണയു വേഗം ഉന്മാദായിനേ നിന്നീല കണ്ണാൽ നീ എൻ സങ്കൽപ്പത്തിൻ തങ്കൾ കോവിൽ തട്ടി തുറന്നോ നല്ല മാമൂവിൻ മണപോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം തൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞു പൊതിയുന്ന പൂങ്കാവു നീ അതിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ പന്നണയു വേഗം ഉന്മാദായി നീ എൻ നീലക്കണ്ണാൽ നീ എൻ സങ്കൽപ്പത്തിൻ തങ്കൾ കോവിൽ തട്ടി തുറന്നോ മഴ ചാറി പെയ്യുമ്പോൾ മഴവില്ലിൻ കുട ചൂടി നാം എങ്ങോ പോകുമ്പോൾ പുഴയന്റെ കളിയാക്കി മണിമാരാ നിന്മാറിൽ തലചായും നേരത്തിൻ അകതാരിൽ നാണത്തിൻ മേളങ്ങൾ കേൾക്കുന്നേ. എൻ പ്രാണനാഥനായി നീ ചാരത്തെത്തുമ്പോൾ നാം ആടിപ്പാടും പാട്ടിൻ വീണം കാറ്റുമ്പോളുന്നു അന്നേതോ കാലത്തെ ഈ നെഞ്ചിനുള്ളിൽ ആരാധിക്കും പൂജാബിന്ദം നീ. കനവാര് കണ്ടാലും കുളിരേത് കൊണ്ടാലും കഥയൊന്നും മാറില്ല അവനെന്റേതാണല്ലോ വെറുതെ നീ മൊഴിയേണ്ട സമയങ്ങൾ കളയേണ്ട മുട്ടപാടി തീറാലേ പട്ട വെട്ടി തീർപ്പാക്കാം ചമയങ്ങൾ അഴിയുന്ന യാമങ്ങൾ
കാണുന്നുണ്ട്. എന്ത് തോന്നി? നല്ല എന്തൊക്കെയായിരുന്നു? അടിപൊളിയായിരുന്നു. ആ, ഈ സെറ്റിൽ എന്തൊക്കെ പണികൾ ഒപ്പിച്ചു? അതൊക്കെ ഇങ്ങനെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ ഒരു ഫ്ലോറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്. ഫ്ലോറിൽ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോക്കകത്താ. ഈ പാട്ട് മൊത്തം ഒറ്റ ഷോട്ടിലാണ് ഷൂട്ട് ചെയ്തത്. ഓ അടിപൊളി. സിംഗിൾ ഷോട്ടായിട്ട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് തെറ്റി, വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം നമ്മൾ സ്റ്റഡി ക്യാമ്പിലാണ് ഷൂട്ട് ചെയ്യണേ. സ്റ്റഡി ക്യാമ്പ് ഓപ്പറേറ്റേഴ്സൊക്കെ, നല്ല ഓപ്പറേറ്റേഴ്സൊക്കെ ഇവിടെ നിന്നേക്കാളും കൂടുതൽ ചെന്നൈയിലൊക്കെ ഒരുപാട് പേര്. അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു സീനിയർ ഓപ്പറേറ്റർ ഉണ്ട്, പാർത്ഥിബൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഭയങ്കര ഫേമസാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് നമ്മൾ അതുപോലത്തെ സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇത് ഫോളോ ചെയ്ത് വന്ന് ഇത് ഒറ്റ ഷോട്ട് 3 മിനിറ്റ് 2.5-3 മിനിറ്റോളം ഇതുണ്ട്. അപ്പോൾ നമ്മളത് റിഹേഴ്സൽ ചെയ്തു, ഒരു 2 തവണ റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ ഈ 2 തവണയും പുള്ളി മൂവ്മെന്റ് നോക്കണം. അങ്ങനെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയത് സിംഗിൾ ഷോട്ട് രാവിലെ 6 മണിക്ക് ശരി ഇത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. 25 തവണ ഇത് ഓപ്പറേറ്റ്, നമുക്ക് കുഴപ്പമില്ലെന്ന് ഇരിക്കാം. ഇയാള് ഇങ്ങനെ എടുത്തോണ്ട് ഇത് വന്നതായിട്ട് അതായിരുന്നു പുള്ളിയുടെ അവസാനത്തെ പടം. അതുകൊണ്ട് പുള്ളിക്ക് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ആ സിനിമയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടിയിരിക്കണു. കാരണം വെച്ചാൽ നീരജ് ഭയങ്കര ഡാൻസ് കളിക്കും. അപ്പൊ ഇവൻ അതിന്റെ അഹങ്കാരം അവനുണ്ട്. അപ്പൊ അജുവിനും എനിക്കും തീരെ വശമില്ല, ടൈമിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞങ്ങള് തെറ്റിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എന്താ പറയണ്ടേ, ഇവന്റെ ഒരു ഓവർ കോൺഫിഡൻസും ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. തെറ്റിച്ച് വേറെ ആരും ഇല്ലല്ലോ, പിന്നെ ഡാൻസേഴ്സ് ആണല്ലോ, അവരെ പിന്നെ ഇതായിരിക്കുമല്ലോ. അവസാനം കുറെ കഴിയുമ്പോഴേക്കും അവരും തെറ്റിച്ചു തുടങ്ങി. കാരണം കഴിഞ്ഞാൽ മടുത്തുമല്ലോ. എല്ലാരും സമാസമം തെറ്റിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇനി ഞങ്ങളെ ശരിയാക്കാം. അങ്ങനെ ഞാൻ ശരിയാക്കി തുടങ്ങി. ഇത് വീട്ടിൽ പോയിട്ട് എനിക്ക് വീണ്ടും കാണണം. പ്രേക്ഷകരൊന്നും കൂടെ കാണണേ. അങ്ങനെ 25 ടേക്ക് എടുത്തിട്ടുള്ള ഈ ഒരു സീൻ. ബട്ട് ലൈക്ക് ഹാർഡ് വർക്ക് ആണ് എല്ലാത്തിന്റെയും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അതൊന്നുമല്ല, നമ്മൾ അറിയാത്ത പരിപാടി ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. ധ്യാൻ ശ്രീനിവാസൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോ അതിൽ ഡാൻസ് രംഗം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്ന് വെക്കോ? ഇനി ഫൈറ്റും ചെയ്യൂല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചു കൊടുക്കും. എനിക്ക് സുഖിച്ച സിനിമയാണെന്ന് അല്ലേ? അങ്ങനെയുള്ള പടങ്ങൾ ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പൊ നേരെ നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഒരു അടികപ്പിയാരെ കൂട്ടമണി വേർഷൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ചൂടോടുകൂടി എടുത്തോളൂ. വൈബ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്കിറ്റ് ഇല്ലല്ലോ അല്ലേ? അപ്പൊ സേഫാ. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. സൂപ്പർ. മന്ദാരപ്പൂവേ